പത്തനംതിട്ടയിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടുപന്നി, കാട്ടാന, കുരങ്ങ്, മയില് തുടങ്ങിയ ജീവികളാൽ വലിയ തോതിലുള്ള ഭീഷണിയും രൂക്ഷമായ പ്രശ്നവുമാണ് നിലനിൽക്കുന്നത്. പത്തനംതിട്ടയിലെ തന്നെ അയിരൂർ പഞ്ചായത്തിലെ നീലംപിലാവ് എന്ന സ്ഥലത്തും ഒരു ജീവിയാൽ വലിയ തോതിലുള്ള ഭീതിയും ഭീഷണിയുമാണ് ഇവിടുത്തെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ജീവി ഏതാണെന്നല്ലേ ഒന്ന് കണ്ടുവരാം. ഇത് ഭയങ്കര ശല്യമാണ്. ഇത് അല തുടങ്ങിയാൽ 1-2 മണിക്കൂർ അല തന്നെയാണ്. രാത്രിയിലും ഒരുപോലെ ഇതിന്റെ ബഹളമാണ്. വർഷങ്ങളായിട്ട് നമ്മളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പരാതി കൊടുത്തു, ഒരു പ്രാവശ്യം പരാതി കൊടുത്തതിന് ഫലമായിട്ട് ഇത് തെളിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ തെളിച്ചതിന് ശേഷം ഒരു 2-3 ദിവസം തെളിച്ചു കഴിഞ്ഞപ്പോൾ ഇതെല്ലാവരും പോയി. 3-ാം ദിവസം ഇതിൻ്റെ ഇരട്ടി ആൾക്കാർ വന്ന് പിന്നെ താമസം തുടങ്ങി. എനിക്ക് പിന്നിൽ ഈ കാണുന്ന സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലാണ് അങ്ങറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ എല്ലാ മരത്തിലും വവ്വാലുകൾ തമ്പടിച്ചിരിക്കുന്നത്. നമ്മളോടൊപ്പം പ്രദേശവാസിയും പഞ്ചായത്ത് അംഗവുമുണ്ട്. ഇതെന്നോട്ടിട്ടാണ് ഇത്രയും വലിയ തോതിലുള്ളൊരു ശല്യം ഉണ്ടായി തുടങ്ങിയത്? 2 വർഷം മുമ്പ് തൊട്ട് ഇങ്ങനെ ശല്യം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഇതിൻ്റെ മരച്ചില്ല കൂതിക്കഴിഞ്ഞപ്പോൾ ഇത് ഇവിടെ നിന്ന് പോയി. പിന്നീട് മരച്ചില്ല വീണ്ടും അത് ശിഖരങ്ങളായി വന്നപ്പോൾ വീണ്ടും അതിൽ ആയിരക്കണക്കിന് വവ്വാലുകൾ ആളുകൾക്ക് അവരുടെ ആരോഗ്യ പ്രശ്നമായി മാറിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിന് ധാരാളം പരാതികൾ ഗ്രാമപഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പരാതികൾ ലഭിച്ചിട്ടുണ്ട്. എങ്കിലും ഫലപ്രദമായിട്ട് ഒരു നടപടികൾ എടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പ്രധാനമായിട്ടും ഇതിൻ്റെ ഈ സ്വകാര്യ വ്യക്തി ഇപ്പോൾ താമസിക്കുന്നത് ചെന്നൈയിലാണ്. 10,000-കണക്കിനോളം ഇതിവിടെ വവ്വാല് ഇതിൽ തൂങ്ങിക്കിടപ്പുണ്ട്. അത് നേരിടാനായിട്ട് സർക്കാർ പ്രത്യേകിച്ച് നടപടികൾ ഇതിനെ ഒന്ന് നിർമ്മാർജ്ജനം ചെയ്യുവാനോ അല്ലെങ്കിൽ ഇതിനെ കൊല്ലുവാനോ ഉള്ള നടപടികൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഈ പ്രദേശത്ത് ആളുകൾക്ക് ശരിയായ രീതിയിൽ ഇതിനെ നേരിടാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ കുടിവെള്ളം, പല കിണറുകളിലും കുടിവെള്ളം എടുക്കുന്നത് അവരെ വിലയ്ക്ക് വാങ്ങിയാണ്. അവരുടെ കിണർ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. ഇതിൻ്റെ കാഷ്ടവും അതുപോലെ ഇതിൻ്റെ വിസർജ്യം കൊണ്ട് പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഈ മരത്തിൽ തമ്പടിച്ചിരിക്കുന്ന വവ്വാലുകൾ രാത്രി സമയത്താണ് ഈ പ്രദേശം ഒന്നാകെ വിഹരിക്കുന്നത്. രാത്രിയിലെ ഈ പ്രദേശത്തെ അവസ്ഥ എന്താണെന്ന് കൂടെ നമുക്കൊന്ന് കാണാം. ഇതാ കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നിപ്പ പോലെയുള്ള മാരക രോഗങ്ങൾ നമുക്ക് ചുറ്റുമുള്ള സാഹചര്യമാണ് ഇന്ന്. ഇതിനൊരു ശാശ്വത പരിഹാരം അനിവാര്യമാണ്. അയിരൂർ നീലിപ്പിലാവിൽ നിന്നും സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്.